വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടും ഈ രാജ്യത്തിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമുണ്ട്. 1857 തൊട്ട് 1947 വരെ 1905 ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നടന്നിട്ടുള്ള സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട വന്ദേ മാതരം അന്ന് പാടിയോ RSS ഈ വന്ദേ മാതരം? വന്ദേ മാതരം എന്ന് പോയിട്ട് ഇന്ത്യ എന്ന ബോധത്തെ അംഗീകരിക്കാത്ത രാജ്യദ്രോഹികളായ മനുഷ്യരാണ്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഈ ഇന്ത്യയെമ്പാടും കേരളത്തിൽ ഉൾപ്പെടെ ലഡു വിതരണം ചെയ്ത ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയാണ്. ആ സംഘടനയുടെ പരിപാടിക്ക് പോയി ഞങ്ങൾക്ക് ദേശസ്നേഹത്തിന്റെ ക്ലാസ് എടുക്കാൻ മോഹൻ കുന്നുമ്മൽ ആയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇവിടെ നിന്ന് കടപുഴകിയെറിയാൻ, അതിനുവേണ്ടി പോരടിക്കാൻ പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്ന പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകളാണ്. സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലും AKG എന്ന മഹാമനുഷ്യൻ അന്ന് ജയിലറുകളിൽ നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തെ വരവേറ്റത്. CPMന്റെ ആദ്യ പോളിറ്റ് ബ്യൂറോയിലെ മുഴുവൻ മനുഷ്യരുടെയും ജയിൽവാസത്തിന്റെ കണക്കെടുത്താൽ, സ്വാതന്ത്ര്യ സമരത്തിന്റെ കണക്കെടുത്താൽ അത് 60 വർഷത്തിൽ കൂടുതലായി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിന്റെ, ആദ്യ പാർട്ടി കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധികളുടെയും കണക്കെടുത്ത് പരിശോധിച്ചാൽ അത് 160 വർഷങ്ങൾക്ക് കൂടുതലായി വരും. നോക്കൂ, RSSന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടവും ത്യാഗവും, അതിനപ്പുറത്തേക്കുള്ള ത്യാഗസമ്പൂർണമായ നിലപാടുകളും. അതുകൊണ്ട് തന്നെ മോഹൻ കുന്നുമ്മലിനോട് ആവർത്തിച്ചു പറയാനുള്ളത്, ഇപ്പോൾ വിഭജിക്കാൻ വേണ്ടി, മനുഷ്യരെ വിഭജിക്കാൻ വേണ്ടി വന്ദേ മാതരം RSS ഉപയോഗിക്കുകയാണ്. അതിലെ ചില ദേവീ സ്തുതികളെ ഉപയോഗിച്ചുകൊണ്ട് മതവിഭജനം സാധ്യമാക്കാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിന് കുട ചൂടുന്ന നിലപാടാണ്, അതിനെ അംഗീകരിക്കുന്ന നിലപാടാണ് മോഹൻ കുന്നുമ്മൽ നടത്തുന്നത്. ഇവിടെ RSSന്റെ യോഗങ്ങൾക്ക് പോകാനോ RSSന്റെ പരിപാടിക്ക് പോകാനോ അല്ല ഔദ്യോഗിക വാഹനവും ശമ്പളവും ഈ വീടും എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നത്, മറിച്ച് സർവകലാശാലയിലേക്ക് വരാനാണ്. നാളെ പ്രവൃത്തി ദിനമാണ്. നാളെയും മോഹൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിൽ വരില്ല. ഇതേ മോഹൻ കുന്നുമ്മലിന് മറ്റൊരു സർവകലാശാലയുടെ ചുമതലയുമുണ്ട്. ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരില്ലേ? എത്ര കാലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു കേരള സർവകലാശാലയിൽ സ്ഥിരം VC വേണമെന്ന്? എത്ര കാലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു മൊത്തം സർവകലാശാലയിലും സ്ഥിരം VC വേണമെന്ന്? ഇവിടെ RSSന്റെ കൈകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഏൽപ്പിക്കാനുള്ള സമ്പൂർണമായ ഇടപെടലാണ് കോൺഗ്രസ് ഉൾപ്പെടെ നടത്തുന്നത്. ഇത് ശരിവെക്കുന്നതാണ് അവരുടെ മൗനവും. അതുകൊണ്ട് തന്നെ മോഹൻ കുന്നുമ്മൽ ഇന്നിവിടെ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം മോഹൻ കുന്നുമ്മലിനെയും അതോടൊപ്പം അവരുടെ കൂടെയുള്ള മറ്റ് VCമാരെയും ഞങ്ങൾ ഓർമ്മിപ്പിക്കാം. നിങ്ങൾ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിനനുസരിച്ച് പ്രവർത്തിക്കണം. നിങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. ഈ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യൻ, റാമും റഹീമും ജോസഫും എല്ലാ മനുഷ്യരും കൂടിക്കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന ബോധ്യം വേണം. RSS തരുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മതവിശ്വാസം, നിങ്ങളുടെ വർഗീയത, നിങ്ങളുടെ രാഷ്ട്രീയ മീമാംസ അത് പ്രയോഗിക്കേണ്ട ഇടമല്ല സർവകലാശാല. അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് ഉപയോഗിക്കാൻ ഒഫീഷ്യലായി നിൽക്കുന്ന നിങ്ങൾക്ക് അധികാരമില്ല എന്നിരിക്കെ തന്നെ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ നോക്കി, ഈ നാട്ടിലെ മതനിരപേക്ഷവാദികളെ നോക്കി, നിങ്ങളുടെ അമ്മയെ അറിയാത്തവരാണോ നിങ്ങളെന്ന് ചോദിക്കുന്ന അല്പത്തരത്തിന്റെയും അജ്ഞാനത്തിന്റെയും തെമ്മാടിത്തരത്തിന്റെയും ആൾരൂപമാണ് ഈ പറഞ്ഞ മോഹൻ കുന്നുമ്മൽ. അദ്ദേഹം സ്വയം തിരുത്തുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല.